തൻ കരം നീട്ടി കഴുകുമോ നാഥ എന്നെ കറകളഞ്ഞ വിടുത്തെ അരുമയാക്കിയിടേണമേ നാഥ അരുമയാക്കിയിടേണമേ. ആർത്തനായി ഞാനിന്ന് ആപദതാരിൽ ആശ്രയം വയ്ക്കുന്നിതാ. ദൈവമേ നിന്റെ കൈകളിലെന്നെ, ദൈവമേ നിന്റെ കൈകളിലെന്നെ കൈവിടാതെന്നെന്നും കാത്തിടണേ, കൈവിടാതെന്നെന്നും കാത്തിടണേ. കരുണ തൻ കരം നീട്ടി കഴുകുമോ നാഥ എന്നെ കറകളഞ്ഞ വിടുത്തെ അരുമയാക്കിയിടേണമേ നാഥ അരുമയാക്കിയിടേണമേ. ദൈവത്തിന്റെ കാരുണ്യം അനുഭവിച്ച് ഹൃദയം നിറയെ ആഹ്ലാദിക്കാൻ സാധിക്കുന്നത് ക്രിസ്തു ശിഷ്യർക്ക് മാത്രമാണ്. ജീവിതം ക്രിസ്തുവിന്റെ കരങ്ങളിൽ കൈയാളിച്ച് അവിടത്തേക്ക് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുത്തവർക്ക് മാത്രമാണ് ദൈവം ആരാണ്, ദൈവം കരുണയാണ് എന്ന് അനുഭവിച്ചറിയുവാൻ സാധിക്കുക. ഈശോ പറഞ്ഞു, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവനല്ല എന്റെ ശിഷ്യൻ. ആവശ്യ നേരത്ത് ദൈവത്തെ വിളിക്കുന്നത് ശിഷ്യത്വമാവില്ല. അതാർക്ക് വേണമെങ്കിലും വിളിക്കാം. നമ്മളൊക്കെ വിളിക്കാറുണ്ട് കർത്താവിന്, സഹായത്തിന്. അത് ക്രിസ്തു ശിഷ്യത്വത്തിന്റെ അടയാളമായിരിക്കണമെന്നില്ല. എന്നിട്ട് ആരാണ് എപ്പോഴാണ് ക്രിസ്തുവിന്റെ ശിഷ്യനാകുക എന്ന് അവിടുന്ന് തെളിയിച്ചു പറയുന്നു. എന്റെ വചനം കേൾക്കുകയും ആ വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനാണ് ക്രിസ്തു ശിഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ വചനം കേൾക്കുകയും ആ വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനാണ് ക്രിസ്തു ശിഷ്യൻ. വചനം കേൾക്കണം എന്നാണ് ഈശോ പറഞ്ഞത്. വചനം അവതരിച്ച ജീവിതങ്ങളായി മാറുക, വചനം കേൾക്കുക എന്ന്. ഒരു കാര്യം ശ്രദ്ധിക്കണം, വചനം വായിക്കുക എന്നല്ല ഈശോ പറഞ്ഞത്. നാമൊക്കെ വചനം വായിക്കുന്നവരാണ്. തീർച്ചയായും നാം വചനം വായിക്കണം. കാരണം ദൈവത്തിന്റെ വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് പുസ്തക രൂപത്തിലാണ്. ഈ പുസ്തക രൂപത്തിൽ നമുക്ക് നൽകപ്പെട്ട ബൈബിൾ ദൈവവചനം ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് വചനം വായിക്കണം. പക്ഷേ വായിച്ചിട്ട് മാത്രം തൃപ്തിപ്പെട്ടാൽ പോരാ. വായിച്ചത് മറന്നു. അല്ല, വചനം കേൾക്കണം. എങ്ങനെയാണ് വചനം കേൾക്കുന്നത്? ബൈബിളിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം, ആ വചനം ഇരുമുനവാള് പോലെ കൂർത്തതാണ് എന്ന് ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നു. ഇരുമുനവാള് പോലെ കൂർത്തത്. വാളിന്റെ പ്രത്യേകത എന്താണ്? അത് തുളച്ചിറങ്ങുമെന്ന് തന്നെയാണ് ഈ വേദപുസ്തക ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലേക്ക് ആ വചനം തുളച്ചിറങ്ങും. ആ വചനം എന്ത് അരുളി ചെയ്തുവോ അത് നടപ്പാക്കുകയും ചെയ്യും. അങ്ങനെ
വചനം സജീവമാണ്, ജീവസുറ്റതാണ്. എന്റെ വചനം ജീവനും ആത്മാവുമാണെന്ന് ഈശോ പറഞ്ഞല്ലോ. ആത്മാവും ജീവനുമായ വചനം ഹൃദയത്തിൽ നാം സ്വീകരിക്കണം. ചെവിയിൽ മാത്രം സ്വീകരിച്ചാൽ പോരാ. ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം നാം സ്വീകരിക്കണം. ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം നാം സ്വീകരിക്കുമ്പോൾ ആ വചനം നമ്മിൽ മാംസം ധരിക്കും. മാംസം ധരിച്ച വചനമായി നാം മാറുകയും ചെയ്യും. അതെങ്ങനെയാണെന്നല്ലേ ഈശോ നമ്മോട് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യം ഈശോ പറഞ്ഞു, ഞാൻ ഇക്കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളുവാനും ആ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയിട്ടാണ് എന്ന്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈശോ പറഞ്ഞു, ഞാൻ ഇക്കാര്യങ്ങൾ നിങ്ങളോട് അരുളി ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ സന്തോഷം നമ്മിൽ കുടികൊള്ളാനും ആ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമാകാനും വേണ്ടിയിട്ടാണ് എന്ന്. അപ്പോൾ ഹൃദയത്തിൽ സന്തോഷം നിറയുക. ഹൃദയത്തിൽ സന്തോഷം നിറയുന്നത് എപ്പോഴാണ്? ഹൃദയത്തിൽ സന്തോഷം നിറയുന്നത് ദുഃഖങ്ങൾ അകന്നു പോകുമ്പോഴാണ്. നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ പേറുന്നവരാണ്. ആരോ പറഞ്ഞു, ആരെയെങ്കിലും പയ്യെ ഒന്ന് മാന്തി നോക്ക് ശരീരത്തിൽ, അപ്പോൾ പുറത്തേക്ക് വരുന്നത് രക്തമാവില്ല, കണ്ണീരാവും എന്ന്. രക്തധമനികളിലൂടെ കണ്ണീരൊഴുകുന്ന ഒരു തലമുറയാണ് നമ്മുടേത്. ഒരുപാട് ദുഃഖങ്ങളും ആവലാതികളും പേറുന്നവരാണ്, ഭാരങ്ങളും വഹിക്കുന്നവരാണ് നാമൊക്കെ. ഈ ദുഃഖങ്ങളിലേക്ക് ദൈവത്തിന്റെ വചനം ഒഴുകിയെത്തുമ്പോൾ ആ ദുഃഖമൊക്കെ സന്തോഷമായി പകരും. ഹൃദയത്തിലെ ദുഃഖത്തെ മുഴുവൻ സന്തോഷമായി പകർത്തുന്ന ദൈവത്തിന്റെ വചനം, ഹൃദയത്തിലെ ഭാരം മുഴുവൻ ആനന്ദമായി പകർത്തുന്ന, വിശ്രമമായി പകർത്തുന്ന ദൈവത്തിന്റെ വചനം. അതാണ് സങ്കീർത്തകൻ നമ്മോട് പറയുന്നത്. 119-ാം സങ്കീർത്തനം 92-ാം വാക്യത്തിൽ സങ്കീർത്തകൻ പറയുന്നു, ദൈവമേ, അങ്ങയുടെ വചനം എന്റെ ഹൃദയത്തിൽ ആഹ്ലാദമായി മാറിയില്ലായിരുന്നുവെങ്കിൽ എന്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോയേനെ എന്ന്. സങ്കീർത്തകൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. എന്തിനാണെന്നോ? നശിച്ചു പോയില്ല, നശിച്ചു പോയേനെ. കാരണം അത്ര വലിയ ദുഃഖത്തിലും ദുരിതത്തിലുമായിരുന്നു സങ്കീർത്തകൻ. ആ ദുഃഖത്തിന്റെയും ദുരിതത്തിന്റെയും നാളുകളിൽ അങ്ങയുടെ വചനം എന്റെ ഹൃദയത്തിൽ ആഹ്ലാദമായി മാറി. ഈ ആഹ്ലാദം എത്ര വലുതായിരുന്നു! ഈ ആഹ്ലാദം ഏറെ വലുതായിരുന്നു. ആഹ്ലാദം എന്നിലുള്ള ദുഃഖവും ദുരിതവും എല്ലാം മാറ്റിക്കളഞ്ഞു. ദൈവമേ, അങ്ങയുടെ വചനം എന്റെ ഹൃദയത്തിന്റെ ആഹ്ലാദമായി മാറിയില്ലായിരുന്നുവെങ്കിൽ എന്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോയേനെ എന്ന് സങ്കീർത്തകൻ ദൈവത്തോട് നന്ദി പറയുവാനുള്ള കാരണം അതാണ്. അതാണ് എസേക്കിയേൽ പ്രവാചകനും നമ്മോട് പറയുന്നത്. എസേക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം, ദൈവമേ, അങ്ങയുടെ വചനം ഞാൻ കണ്ടു, ആ വചനം ഞാൻ എടുത്ത് ഭക്ഷിച്ചു, ആ വചനം എന്റെ ഹൃദയത്തിൽ തേൻകട്ട പോലെ ആഹ്ലാദമായി മാറി. തേൻകട്ട പോലെ ഹൃദയത്തിൽ ആഹ്ലാദമായി മാറി. ദൈവം വിളിച്ച ഒരു പ്രവാചകൻ എസേക്കിയേൽ, ഒരുപാട് ദുരിതങ്ങളിലൂടെ കടന്നുപോയ ഒരു പ്രവാചകൻ. ഈ പ്രവാചകന്റെ സന്തോഷം എവിടെയായിരുന്നുവെന്നല്ലേ? ഈ പ്രവാചകന്റെ സന്തോഷം ദൈവത്തിന്റെ വചനം, ആ വചനം കേൾക്കുന്നതിലായിരുന്നു. ആ വചനം കണ്ടു, ഞാൻ എടുത്ത് ഭക്ഷിച്ചുവെന്നാണ് പ്രവാചകൻ പറയുന്നത്. എങ്ങനെയാ ഭക്ഷിക്കുക? തേൻകട്ട എങ്ങനെയാ ഭക്ഷിക്കുക? തേൻകട്ട വായിൽ കിട്ടി, ആയ് എന്ത് മധുരം
എന്നാ പിന്നെ വിഴുങ്ങിക്കളയാം എന്ന് ആരെങ്കിലും വിചാരിക്കാറുണ്ടോ? വിഴുങ്ങിക്കളഞ്ഞാൽ ആ തേൻകട്ട നഷ്ടമായി. തേൻകട്ട വായിൽ കിട്ടിയാൽ അത് നുണയും. നാവ് ചലിപ്പിച്ച് അതിലെ മധുരം മുഴുവൻ നാം ഉള്ളിലേക്ക് ഒഴുക്കും. ഇതുപോലെ വചനത്തെ സ്വീകരിക്കുക. യോഹന്നാൻ സുവിശേഷകൻ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്, യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. വചനം പ്രത്യക്ഷമായി, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ കൂടെ താമസിച്ചു, ഞങ്ങൾക്ക് സന്തോഷമായി. ആ സന്തോഷം നിങ്ങളുമായി ഞങ്ങൾ പങ്കുവെക്കുകയാണ്. എന്തിനാണെന്നോ? ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ വേണ്ടി. ഒരുപാട് വാക്കുകളൊക്കെ ഇവിടെ സുവിശേഷകൻ ഉപയോഗിക്കുന്നുണ്ട്. വചനം പ്രത്യക്ഷമായി, ഞങ്ങൾ കണ്ടു, വചനത്തെ കണ്ടു, വചനത്തെ തൊട്ടു, വചനത്തെ കൂടെ താമസിച്ചു, ഞങ്ങൾക്ക് സന്തോഷമായി. എന്താ ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം? വിവരിക്കാൻ സാധിക്കാത്ത ഒരു അനുഭവം വിവരിക്കുവാൻ ശ്രമിക്കുകയാണ്. വിവരണത്തിന് ഉപരിയായ ഒരു അനുഭവത്തെ, ഒരു അനുഭൂതിയെ നാം വിവരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കും. കാരണം വാക്കുകൾക്കൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വണ്ണം അത്ര വലിയ ഒരു അനുഭൂതി, ഒരു മാധുര്യം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ സുവിശേഷകൻ ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, കൂടെ താമസിച്ചു എന്നൊക്കെ. വചനം കൊണ്ട് നിറഞ്ഞ ഒരു അനുഭവം, ആ അനുഭവത്തിൽ ഉള്ളിൽ ആഹ്ലാദം നിറഞ്ഞ ഒരു വലിയ അനുഭവം. ഈ അനുഭവത്തെ വിവരിക്കാൻ ശ്രമിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നാം. അതുകൊണ്ട് തന്നെ നമുക്ക് ചോദ്യചിഹ്നങ്ങളായി മാറുകയാണ്. ചില മനുഷ്യരൊക്കെ കയറിൽ തൂങ്ങി ചോദ്യചിഹ്നമായി മാറും. ആത്മഹത്യ ചെയ്യും ദുഃഖം കുടിയേറുമ്പോൾ. അത്രയ്ക്കൊന്നും ആയില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവും ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഹൃദയം തണുത്ത് മരവിച്ച് ഇരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകാറുണ്ട്. നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ വചനം എടുത്ത് വായിക്കുക. വായിച്ച വചനം ഹൃദയത്തിൽ സ്വാഗതം ചെയ്യുക, ഹൃദയത്തിൽ ഉൾക്കൊള്ളുക, ഹൃദയത്തിൽ സ്വീകരിച്ച് ഹൃദയത്തിൽ മനനം ചെയ്യുക, ആ വചനത്തെ ധ്യാനിക്കുക. നിങ്ങളൊക്കെ ചിലപ്പോൾ ഒരു പ്രത്യേക അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. വലിയ സ്നേഹത്തോടെ, വലിയ ശ്രദ്ധയോടെ ദൈവത്തിന്റെ വചനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ അറിയാതെ തന്നെ ഏതെങ്കിലും ഒരു വചനഭാഗം ജ്വലിച്ചു നിൽക്കുന്നു. പുസ്തകത്തിൽ നിന്ന് വേറിട്ട് എന്ന പോലെ ഒരു വചനഭാഗം ജ്വലിച്ചു നിൽക്കുന്നു. അത് നോക്കിയപ്പോൾ കണ്ണ് നിറയുന്നു, അത് നോക്കിയപ്പോൾ ഹൃദയം നിറയുന്നു, അത് വീണ്ടും വീണ്ടും ഉരുവിട്ടപ്പോൾ വലിയ ആഹ്ലാദം, വലിയ സന്തോഷം. ഇങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്കുണ്ടായിക്കാണും. വചനം പുസ്തകത്തിൽ നിന്നും അടർത്തിയെടുത്ത് ദൈവം ഹൃദയത്തിൽ നിക്ഷേപിക്കുന്ന ഒരു അനുഭവം. ഈ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ മാടി വിളിക്കുകയാണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം വേദപുസ്തകം തുറക്കുമ്പോൾ വായിക്കാൻ വേണ്ടി മാത്രം തുറക്കരുത്, പ്രാർത്ഥിച്ചുകൊണ്ട് തുറക്കണം, കേൾക്കാൻ വേണ്ടി തുറക്കണം. ദൈവം എന്നോട് അരുളി ചെയ്യുന്നു, ഇന്ന് എന്നോട് അരുളി ചെയ്യുന്നു. എന്റെ ദുഃഖത്തോട്, എന്റെ വേദനയോട്, എന്റെ സങ്കടങ്ങളോട്, എന്റെ നിരാശകളോട്, എന്റെ പരാജയങ്ങളോട്, എന്റെ ബുദ്ധിമുട്ടുകളോട്, എന്റെ പ്രലോഭനങ്ങളോട്, എന്റെ പാപാവസ്ഥകളോട് ദൈവം സംസാരിക്കുന്നു. ദൈവം സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവം സംസാരിക്കുന്നത്
ഈ മൈക്രോഫോണിലൂടെയല്ല. ഈ മൈക്രോഫോണിലൂടെ ഞാൻ സംസാരിക്കുന്നു. എന്താണെന്നോ കാരണം? ഈ മൈക്രോഫോണിലൂടെ സംസാരിക്കാൻ കാരണം എന്താണെന്നോ? കാരണം എനിക്ക് നിങ്ങളെ അറിയില്ല. ചിലരെ അറിയാം, മുഖം അല്ലെ പേര് കൊണ്ട് പരിചയമുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം പേരെയും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ മൈക്ക് ഉപയോഗിക്കുന്നു. ദൈവം മൈക്ക് ഉപയോഗിക്കാറില്ല. ദൈവം മൈക്ക് ഉപയോഗിക്കാറില്ല. കാരണം ദൈവത്തിന് അറിയാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യം, ഒരു മുടിനാരിഴ താഴെ വീഴുന്നത് പോലും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് ദൈവം. അത് ശരിയാണെങ്കിൽ എന്റെ ജീവിതത്തിന്റെ അത്രയും ചെറിയ ഒരു സംഗതി പോലും ദൈവത്തിന് അറിയാമെങ്കിൽ ദൈവം സംസാരിക്കുന്നത് ഒരു കൂട്ടത്തോടല്ല. ദൈവം സംസാരിക്കുന്നത് ഒരു വ്യക്തിയോടാണ്, ഓരോ മനുഷ്യനോടുമാണ്. താഴെ വീഴുന്ന ഓരോ മുടിനാരിഴയോടുമാണ്. വീണ്ടും ദൈവം പറഞ്ഞില്ലേ, സങ്കീർത്തനം 56-ാം സങ്കീർത്തനം 8-ാം വാക്യം, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർത്തുള്ളികൾ എന്റെ കുപ്പിയിൽ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. അലച്ചിലുകൾ എണ്ണുന്ന ദൈവം, കണ്ണീർത്തുള്ളികൾ കുപ്പിയിൽ ശേഖരിക്കുന്ന ദൈവം, തന്റെ ഹൃദയത്തിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ദൈവം, അതാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ പൂർണ്ണമായും അറിയുന്ന, എന്റെ ദുഃഖങ്ങളും വേദനകളും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ കർത്താവ് എന്നോട് സംസാരിക്കും. എന്നോട് സംസാരിക്കുമ്പോൾ അവിടുന്ന് മൈക്ക് ഉപയോഗിക്കില്ല, ഹൃദയത്തോട് മന്ത്രിക്കും. ഹൃദയത്തോട് മന്ത്രിക്കും. ഞാൻ വചനം വായിക്കുമ്പോൾ ദൈവം എന്റെ ഹൃദയത്തോട് മന്ത്രിക്കുന്നുവെന്ന് വിശ്വസിക്കുക. ദൈവം മന്ത്രിക്കും, ഹൃദയത്തോട് ദൈവം സംസാരിക്കും. ഹൃദയത്തിൽ ആ വചനം ദൈവം കൊത്തിവെക്കും. എന്റെ വചനം നിന്റെ ഹൃദയത്തിൽ ഞാൻ കൊത്തിവെക്കുമെന്ന് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തില്ലേ? എന്റെ ദുഃഖത്തിന്റെയും വേദനയുടെയും പരാജയങ്ങളുടെയും എന്റെ ഭയങ്ങളുടെയും ഇടയിൽ ദൈവത്തിന്റെ വചനം ദൈവം കൊത്തിവെക്കും. ആ വചനത്തിന്റെ നിറവിൽ എന്റെ ദുഃഖങ്ങൾ അകലും, പരാജയ വേദനകൾ മാറും, എന്റെ പ്രലോഭനത്തിൽ ശക്തി കിട്ടും. ദൈവത്തോട് ചേർന്നിരിക്കാൻ ഇതാണ് വചനാഭിഷേകം. അഭിഷേകമായി എനിക്ക് വചനം എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു കിട്ടി എന്ന് എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് അപ്പോഴാണ്. ഇങ്ങനെ ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം. വചനത്തിന് 3 തട്ടുകളുണ്ട്. വചനത്തിന് 3 തട്ടുകളുണ്ട്. വചനത്തിന്റെ അർത്ഥത്തിന് 3 തലങ്ങളുണ്ട്. ഒന്ന് അതിന്റെ ചരിത്രപരമായ തലമാണ്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ ഉള്ളതിനൊക്കെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. എന്തൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നുവോ അതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഒരു ചരിത്ര പശ്ചാത്തലം ദൈവത്തിന്റെ വചനത്തിനുണ്ട്. ഉദാഹരണമായിട്ട് ദാവീദ് പാപം ചെയ്തു. ചെയ്ത പാപം മറച്ചുവെക്കാൻ മറ്റൊരു കഠിന പാപം ചെയ്തു. പക്ഷേ ദാവീദിന്റെ പാപത്തിൽ ദാവീദിനെ ദൈവം ഉപേക്ഷിച്ചില്ല. നാഥാൻ പ്രവാചകനെ പറഞ്ഞയച്ചു. പ്രവാചകൻ രാജാവിനോട് സംസാരിച്ചു. രാജാവ് പശ്ചാത്തപിച്ച് ദൈവത്തിന്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം ക്ഷമിച്ചു. വീണ്ടും ദാവീദിനെ രാജാവായി സിംഹാസനത്തിൽ അവരോഹണം ചെയ്തു. ഇതൊരു ചരിത്ര സംഭവം. ഈ സംഭവം നാം ഇന്ന് വായിക്കുമ്പോൾ പണ്ട് രാജാവിനോട് ഇങ്ങനെയൊക്കെ ദൈവം ചെയ്തുവല്ലേ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അല്ലെങ്കിൽ ഏതായിരുന്നു രാജാവ്? അത് ദാവീദ് തന്നെ ആയിരുന്നു? അത് വേറെ രാജാവായിരുന്നു? ആരായിരുന്നു പ്രവാചകൻ? എന്താ പറഞ്ഞത്? എവിടെ വെച്ചാ സംഭവിച്ചത്? ഇതൊക്കെ ചരിത്രപരമായ കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ പഠിക്കുന്നത് ദൈവശാസ്ത്രജ്ഞന്മാരാണ്, വേദപുസ്തക പണ്ഡിതന്മാരാണ്. അതൊക്കെ അവർ പഠിക്കട്ടെ. നമുക്ക് അല്പം കൂടെ ആഴത്തിൽ പോകണം. രണ്ടാമത്തെ തലം,
വേദപുസ്തക പഠനത്തിന്റെ, വേദപുസ്തക വായനയുടെ, വേദപുസ്തക വചനാഭിഷേകത്തിന്റെ രണ്ടാമത്തെ തലം, രണ്ടാമതൊരു അർത്ഥം കൂടെ വേദപുസ്തകത്തിനുണ്ട്. അതിന്റെ ദൈവശാസ്ത്രപരമായ പാഠമാണ്. ദൈവം ഒരു പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വേദപുസ്തകത്തിലെ ഓരോ വചനത്തിലൂടെയും, ഓരോ അധ്യായത്തിലൂടെയും, ഓരോ വാക്യത്തിലൂടെയും ഒരു പാഠം ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ അനുഭവം തന്നെ, ദാവീദിന്റെ അനുഭവം, എന്താണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്? ദൈവശാസ്ത്രപരമായ ഒരു പാഠം ദൈവത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. എന്താണ് ആ പാഠം? ദൈവം പഠിപ്പിക്കുന്നു ദൈവത്തിന്റെ കാരുണ്യം. എത്ര കരുണയുള്ളവനാണ് ദൈവം. ദാവീദ് നീചമായ പാപങ്ങൾ ചെയ്തുവെങ്കിലും ആ പാപങ്ങളിൽ രാജാവിനെ ദൈവം ഉപേക്ഷിച്ചില്ല. ദാവീദ് നശിച്ചു പോയേനെ. വേദപുസ്തകം, ചരിത്രം തിരുത്തി എഴുതേണ്ടി വന്നേനെ. അത് സംഭവിച്ചില്ല. ദാവീദിനെ ദൈവം ഉപേക്ഷിച്ചില്ല. ദൈവം തന്നെ ആദ്യ ചുവട് എടുത്തുകൊണ്ട് ദാവീദിനെ രക്ഷിക്കുവാൻ തീരുമാനിച്ചു. നാഥാൻ പ്രവാചകനെ പറഞ്ഞയച്ചു. അങ്ങനെ ദാവീദിനെ രക്ഷിച്ചു. ഇത് വലിയൊരു പാഠമാണ് നമുക്കൊക്കെ. ചരിത്രത്തിന് മുഴുവൻ ഇത് പാഠമാണ്. ദൈവത്തിന്റെ കാരുണ്യം. ഈ കരുണയാണ് വേദപുസ്തക ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം. ദൈവം കരുണയാണ്. ഈ സ്വഭാവം, ദൈവത്തിന്റെ സ്വഭാവം ഒരു വലിയ പാഠമായി നമ്മെ പഠിപ്പിക്കുകയാണ് ഈ സംഭവം. പക്ഷേ ഈ പാഠവും മനുഷ്യന്റെ ബുദ്ധിയുടെ തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പഠനമാണ്. ഈ പഠനത്തിൽ നിന്നും നാം ഇനിയും ആഴത്തിലേക്ക് ഇറങ്ങണം. എവിടെയാണ് ഈ ആഴം കിടക്കുന്നത്? ഞാനും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധത്തിലാണ്. എനിക്ക് ദൈവം എന്റെ അപ്പച്ചനാണ്, അബ്ബായാണ്. എന്റെ ജീവിതത്തിന്റെ ദുഃഖത്തിൽ എന്റെ ദൈവം എന്നെ കൈവിടില്ല. എന്റെ ജീവിതത്തിന്റെ പാപാവസ്ഥയിൽ എന്റെ ദൈവം എന്നെ കൈവിടില്ല. ഞാൻ പ്രലോഭിക്കപ്പെടുമ്പോൾ ദൈവം മാറി നിൽക്കില്ല. ദൈവം എന്റെ കൂടെയുണ്ട്, എന്നോട് സംസാരിക്കുന്നു. ദൈവം എന്നോട് സംസാരിക്കുന്നു, എന്റെ ഹൃദയത്തോട് സംസാരിക്കുന്നു. കാരണം എന്നെ സ്നേഹിക്കുന്നവനാണ്, എന്നോട് കരുണയുള്ളവനാണ് എന്റെ ദൈവം. ദൈവം എന്റെ ഹൃദയത്തോട് സംസാരിക്കും, എന്നോട് സംസാരിക്കും. എന്റെ ദുഃഖത്തോട്, എന്റെ വേദനയോട്, എന്റെ സങ്കടത്തോട് ദൈവം സംസാരിക്കും. ദൈവം സംസാരിക്കുന്നത് തന്റെ സന്തോഷവും സമാധാനവും തന്റെ ശക്തിയും എന്നിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ദൈവത്തിന്റെ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആ വചനം ഞാൻ ഹൃദയസ്ഥമാക്കുമ്പോൾ, ഞാനത് മനനം ചെയ്യുമ്പോൾ, ഞാൻ ധ്യാനിക്കുമ്പോൾ എന്റെ ഹൃദയത്തോട് ദൈവം സംസാരിച്ചുവെന്ന വലിയ ഒരു അനുഭൂതിയിലേക്ക് ദൈവം എന്നെ നയിക്കും. അപ്പോഴാണ് എന്റെ സങ്കടം സന്തോഷമായി പകരുക. അപ്പോഴാണ് എന്റെ പ്രലോഭനത്തിന് ബലഹീനത എന്റെ ശക്തിയായി മാറുക, പ്രലോഭനത്തെ ചെറുക്കുവാനുള്ള ശക്തിയായി മാറുക. അപ്പോഴാണ് എന്റെ ഹൃദയത്തിന്റെ അസ്വസ്ഥതകൾ നീങ്ങി വലിയ സമാധാനം എന്നിലേക്ക് ഒഴുകിയെത്തുക. ഈ അനുഭവം സഹോദരങ്ങളെ, ഇതാണ് വചനാഭിഷേകം. ഇതാണ് മൂന്നാമത്തെ തലം, വ്യക്തിപരമായ തലം, ഏറ്റവും ആഴമായ തലം. ഞാൻ വേദപുസ്തകം വായിച്ചു പഠിച്ചു എന്ന് വെച്ചാൽ അതിന്റെ ചരിത്ര പശ്ചാത്തലം പഠിച്ചുവെന്നല്ല, അതിന്റെ ദൈവശാസ്ത്രപരമായ പാഠങ്ങൾ പഠിച്ചുവെന്നല്ല. അതൊക്കെ വേണം. പക്ഷേ ഞാനും ദൈവവും തമ്മിലുള്ള ആഴമായ വ്യക്തിപരമായ സ്നേഹപൂർണമായ ഒരു ബന്ധത്തിൽ ദൈവം എന്നോട് സംസാരിച്ചു. ഒരു പക്ഷേ ഞാൻ ഈ ദാവീദിന്റെ ചരിത്രം വായിക്കുമ്പോൾ ഒരു പക്ഷേ എന്നിൽ പാപമുണ്ടാവും. ആ പാപത്തെക്കുറിച്ച് ഞാൻ വേദനിക്കുന്നുണ്ടാവും, കുറ്റബോധം കൊണ്ട് നീറുന്നുണ്ടാവും. ഈ കുറ്റബോധത്തിലേക്ക് ദൈവം തന്റെ വചനത്തെ അയക്കും. ദൈവം തന്റെ വചനത്തെ അയക്കും. ആ വചനം എന്റെ കുറ്റബോധത്തിലേക്ക് ഇറങ്ങും. എന്റെ കുറ്റബോധത്തിലേക്ക് ഇറങ്ങി കുമ്പസാരത്തിലേക്ക് എന്നെ നയിക്കും. ദൈവത്തിന്റെ കരുണ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഒരു പുതിയ വിമോചന സ്നേഹത്തിലേക്ക് കർത്താവ് എന്നെ നയിക്കും. അതാണ് വചനത്തിന്റെ ലക്ഷ്യം. സാമുവേലിന്റെ 1-ാം പുസ്തകം
3 അധ്യായം 7 വാക്യത്തിൽ എന്തുകൊണ്ടാണ് സാമുവേലിന് ദൈവത്തിന്റെ വചനം കേൾക്കാൻ സാധിക്കാതിരുന്നത്, ദൈവത്തിന്റെ വചനം തിരിച്ചറിയാൻ സാധിക്കാതിരുന്നത് എന്ന് നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. കാരണം വേദപുസ്തകം പറയുന്നു, കാരണം ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ സ്വരം ബാലന് പരിചയമില്ലായിരുന്നു. അതുകൊണ്ടാണ് ബാലന് പരിചയമില്ല, കേട്ട് പരിചയമില്ല. ബാലന് കേട്ട് പരിചയമുള്ളത് ഏലിയുടെ സ്വരമാണ്. അതുകൊണ്ടാ ഏലിയുടെ അടുത്തേക്ക് ഓടിയത്. നമ്മുടെയും കുഴപ്പം ഇതാണ്, ദൈവത്തിന്റെ സ്വരം കേട്ട് പരിചയമില്ല. അതുകൊണ്ട് മനസ്സ് നീറുമ്പോൾ ദൈവത്തിന്റെ പക്കലേക്ക് നാം ഓടാറില്ല. നാം ഓടുന്നത് ഏതെങ്കിലും കൂട്ടുകാരന്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ടെലിവിഷൻ പെട്ടി തുറക്കാൻ. അവിടെയൊക്കെ എന്തെങ്കിലും സ്വരങ്ങൾ കേൾക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. ദൈവത്തിന്റെ സ്വരം കേട്ട്, എന്നെ ആശ്വസിപ്പിക്കുന്ന, സാന്ത്വനപ്പെടുത്തുന്ന ദൈവത്തിന്റെ സ്വരം കേട്ട് എനിക്ക് പരിചയമില്ല. പരിചയപ്പെടണം. വായിച്ച് വായിച്ച്, ധ്യാനിച്ച് ധ്യാനിച്ച്, കേട്ട് കേട്ട് ദൈവത്തിന്റെ സ്വരം ഹൃദയത്തിൽ സ്വീകരിച്ച് നാം പരിചയപ്പെടണം. അപ്പോൾ നാം ഓടും വേദപുസ്തകത്തിലേക്ക്, തുറക്കാൻ, വായിക്കാൻ, കേൾക്കാൻ തയ്യാറായി. സാമുവേൽ പറഞ്ഞ് പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥനയോടെ ഇതാ ദാസൻ. ആരാണ് ദാസൻ? ദാസൻ യജമാനന്റെ വചനത്തെ കാതോർത്തിരിക്കുന്നവനാണ്. യജമാനന്റെ വചനത്തെ കാതോർത്തിരിക്കുന്നവനാണ് ദാസൻ. ദാസൻ കാതോർത്തിരിക്കും. ദാസരായി മാറുക, ദൈവത്തിന്റെ വചനത്തിന്റെ ദാസരായി മാറുക. ദൈവം സംസാരിക്കുന്നത് മുഴുവൻ കേൾക്കാൻ തയ്യാറാകുക. ഈ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുകയാണ്. അപ്പോഴാണ് നാം ക്രിസ്തു ശിഷ്യരാകുന്നത്. വചനം കേൾക്കുക, കേട്ട വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക, ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആ വചനം സന്തോഷവും സമാധാനവും രക്ഷയുമായി നമ്മിൽ അവതരിക്കുന്നത് അനുഭവിച്ചറിയുക. ഈ ഒരു ധന്യമായ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ കരുണ അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് നാം ദൈവത്തെ തെറ്റിദ്ധരിച്ചു പോകുന്നത്? ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ച്, എന്നോട് ദേഷ്യപ്പെടുന്ന ദൈവത്തെക്കുറിച്ചൊക്കെ, എന്നെ ശപിക്കുന്ന ദൈവത്തെക്കുറിച്ചൊക്കെ നാം പറയുവാൻ കാരണം എന്താണ്? ഒറ്റ കാരണമേയുള്ളൂ, ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം, എന്നെക്കൊണ്ട് മടുക്കാത്ത ദൈവത്തിന്റെ കാരുണ്യം. എത്ര പാപം ചെയ്താലും എന്നെ ഉപേക്ഷിക്കാത്ത ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം. ഈ കാരുണ്യത്തിന്റെ വചനം ഹൃദയത്തിൽ അവതരിച്ചിട്ടില്ല. സന്തോഷവും സമാധാനവും ആഹ്ലാദവുമായി അവതരിച്ചിട്ടില്ല. അവതരിക്കണം, കാത്തിരിക്കണം ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ. നമുക്കിന്ന് ദൈവമേ, അങ്ങയുടെ വചനം എന്റെ ഹൃദയത്തിന്റെ ആഹ്ലാദവും എന്റെ വഴിയിൽ പാതയുമായി സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നതുപോലെ അങ്ങ് രൂപപ്പെടുത്തണമേ. അങ്ങയുടെ വചനം കേൾക്കുവാനും കേട്ട വചനം ഹൃദയത്തിൽ രക്ഷയായി അവതരിക്കുന്നത് അനുഭവിച്ചറിയുവാനും അങ്ങനെ വചനം മാംസം ധരിച്ചവരായി മാറാനും എനിക്ക് സാധിക്കട്ടെ, ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. കരുണ തൻ കരം നീട്ടി കഴുകുമോ നാഥ, എന്നെ കറകളഞ്ഞ വിടുത്തെ അരുമയാക്കിയിടേണമേ നാഥ, അരുമയാക്കിയിടേണമേ.